ഹായ് ഫ്രണ്ട്സ്, മൈ മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. പുറക്കാട് നമ്മുടെ അടുത്തൊരു ബന്ധുവിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഇന്നായിരുന്നു കല്യാണം. അമ്പലപ്പുഴ അമ്പലത്തിൽ വെച്ചായിരുന്നു. നമുക്ക് കല്യാണത്തിന് പോകാൻ സാധിച്ചില്ല. ഇന്ന് വൈകിട്ട് തന്നെയാണ് കല്യാണത്തിൻ്റെ ഫങ്ഷനും. അപ്പോൾ നമ്മൾ രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഫങ്ഷന് പോയതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ചെന്ന ഉടനെ ആദ്യം തന്നെ ഫുഡ് കഴിച്ചു ഗൈസ്. വിശന്ന് ഇരിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ നമ്മൾ ചെന്ന ഉടനെ ആദ്യം തന്നെ ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതിൻ്റെയാണ് വീഡിയോ കാണിക്കുന്നത്. മൈൻഡായിട്ടും നെയ്ച്ചോറും ബീഫ് കറിയും പരിപ്പ് കറിയാണ്. ഞാൻ കപ്പയും ചൂരക്കറിയാണ് കഴിച്ചത്. എന്നിട്ട് പിന്നെ കുഞ്ഞാറ്റ ഐസ്ക്രീം മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ ഞാൻ പോയ ഒരു ഐസ്ക്രീം എടുത്തുകൊണ്ട് വന്ന് ഞാനും ചേട്ടനോട് കഴിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ എന്തൊക്കെ ഫുഡ് ഉണ്ടായിരുന്നെന്ന് ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാണാം. എന്തുവാ, ചപ്പാത്തി ഉണ്ടായിരുന്നു, മറ്റേ വീശപ്പം, ഇടിയപ്പത്തിൻ്റെ കൂട്ടത്തെ വലുതിന് നമ്മുടെ ഇവിടെ വീശപ്പം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്തുവാ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ കുഞ്ഞാറ്റ അടുത്ത് നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അതാണ് ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ ആയിട്ട് കോമ്പിനേഷൻ ബീഫ് കറിയും പരിപ്പ് കറിയായിരുന്നു. പിന്നെ നല്ല അടിപൊളി കപ്പ ഒഴിച്ചതുണ്ടായിരുന്നു. കപ്പ കഴിച്ചതും ചൂരക്കറി, ഞാൻ കപ്പ ഒഴിച്ചതും ചൂരക്കറിയായിരുന്നു കഴിച്ചത്. നല്ല അടിപൊളി ചൂരക്കറിയായിരുന്നു ഗൈസ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റായിരുന്നു ചൂരക്കറിക്ക്. പിന്നെ നല്ല ചൂട് കഞ്ഞി, ചമ്മന്തി, ചെറുപയർ തോരൻ, സലാഡുകൾ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇത് നമ്മൾ വന്നപ്പോഴത്തേക്കും ഈ നേരത്തെ തുടങ്ങിയതാണെന്ന് തോന്നുന്നു. ചായയും മറ്റേ അതിൻ്റെ കടികളും ഒക്കെ ഉണ്ടായിരുന്നു. കടികളൊക്കെ ഏകദേശം തീർന്നു കഴിഞ്ഞായിരുന്നു. പിന്നെ ചായയും, പിന്നെ അവിടെ തന്നെ നല്ല അടിപൊളി ചൂട് ദോശയും ചമ്മന്തി, സാമ്പാർ, പിന്നെ വാഴയിലയിൽ നല്ല അടിപൊളി വത്സൻ, കുഴക്കട്ട. ഇതൊക്കെ നമ്മുടെ ഇവിടെ ഇതിന് കുഴക്കട്ട എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്തോ പേര് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിൽ ഇടണം കേട്ടോ ഗൈസ്. പിന്നെ നല്ല എന്തുവായിരുന്നു, പിന്നെ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നത് കണ്ടോ ഈ ചേട്ടൻ, നല്ല അടിപൊളിയായിട്ട് മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നല്ല വീതിയിൽ എല്ലാം കൂടെ ഒരുമിച്ചാന്ന് തോന്നുന്നു. ഇങ്ങനെ നല്ല സബോള അരിഞ്ഞതും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ടുള്ള മുട്ട ഓംപ്ലേറ്റ്. അങ്ങനെ മുട്ട ഓംപ്ലേറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബീഫ് കറി മാത്രമല്ല, ചിക്കൻ കറി, ചില്ലി ചിക്കൻ, ചിക്കൻ ഫ്രൈ, അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ മുട്ട ഓംപ്ലേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയി കഴിഞ്ഞിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് ഓരോ പീസായിട്ടാണ് ഓരോരുത്തർക്കും കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പെണ്ണിനും ചെറുക്കനെ അവിടെ ഒന്നും കണ്ടില്ലായിരുന്നു. നമ്മൾ ആദ്യമേ ഒന്നും ഫുഡൊക്കെ കഴിച്ച് ആൾക്കാരെയൊക്കെ കണ്ടു. പക്ഷെ അന്നേരമാണ് അറിഞ്ഞത് പെണ്ണും ചെറുക്കനും ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റേജ് പോലെ ഉണ്ട്, അവിടെയാണ് ചെറുക്കനും പെണ്ണുമെന്ന്. പിന്നെ നമ്മൾ അവിടുന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. നമ്മൾ അത് കഴിഞ്ഞിട്ട് ചെറുക്കനെയും പെണ്ണിനെയും കാണാനായിട്ട് മുകളിലോട്ട് പോയി. ഇപ്പം എല്ലാവരും കല്യാണ തലേന്ന് അങ്ങനെ ഫങ്ഷനായിട്ട് നടത്താറില്ല. അതിന് പകരം കല്യാണം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം പെണ്ണും ചെറുക്കനും ഒക്കെ കൂടെയുള്ള ഫങ്ഷനാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പെണ്ണും ചെറുക്കനെയൊക്കെ കാണാമല്ലോ, കല്യാണത്തിന് പോകാൻ പറ്റാത്തവർക്കും. അതിനുവേണ്ടി ഇപ്പം കല്യാണത്തിൻ്റെ അന്ന് തന്നെയാണ് കൂടുതലായിട്ട് ഇപ്പം ഇങ്ങനെ പുതിയതായിട്ട്, നമ്മുടെ ഇവിടെ നേരത്തെ തലേദിവസമായിരുന്നു ഫങ്ഷൻ, എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് അടുക്കള പൊളി അങ്ങനെ ആയിരുന്നു. ഇപ്പം എല്ലാം കൂടെ ഒരുമിച്ചായിട്ട് കല്യാണത്തിൻ്റെ അന്ന് തന്നെ വൈകിട്ടാണ് ഫങ്ഷൻ നടത്തുന്നത്. അങ്ങനെ നമ്മൾ ഇത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളെന്നാൽ മുകളിലോട്ട് പോയി ചെറുക്കനും പെണ്ണിനെയൊക്കെ കണ്ടിട്ട് അവിടുന്ന് നമ്മൾ ഇതാണ് ഗൈസ്, ചെറുക്കനും പെണ്ണും ഒക്കെ. ചെറുക്കനും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.